മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകുമ്പോൾ വി.ഡി. സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗ്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനവികാരത്തിന്റെ പ്രതിഫലനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളുടെ താൽപര്യം കൂടി കണക്കിലെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ലീഗിന്റെ അഭിപ്രായവും പരിഗണിക്കുമെന്നായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിനോട് പ്രതികരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സമാഹരിച്ച ഫണ്ടും വാഗ്ദാനം ചെയ്ത വീടുകളും എവിടെയെന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. വയനാട് ഡി.സി.സി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരങ്ങൾ ഉയർന്നതോടെ മറുപടി പറയാനാകാതെ പ്രസിഡന്റ് പകുതിക്ക് വെച്ച് എഴുന്നേറ്റുപോയി. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് വൻതോതിൽ പണം പിരിച്ചിട്ടും വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല. സർക്കാർ സ്ഥലം നൽകാത്തതാണ് വൈകാൻ കാരണമെന്ന സ്ഥിരം ന്യായീകരണം സണ്ണി ജോസഫ് ആവർത്തിച്ചെങ്കിലും സ്വന്തമായി വാങ്ങിയ ഭൂമിയിലെ തടസ്സം എന്താണെന്ന ചോദ്യത്തിനു മുൻപിൽ അദ്ദേഹം പതറി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കി. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ബേപ്പൂരിൽ വിചിത്രമായ വെല്ലുവിളിയുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.വി. അൻവർ. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രാഷ്ട്രീയമായ പോരാട്ടത്തിനപ്പുറം വ്യക്തിപരമായ വെല്ലുവിളികളിലേക്കും പരിഹാസങ്ങളിലേക്കുമാണ് അൻവർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തെ മാറ്റിയത്. താൻ പരാജയപ്പെട്ടാൽ കോഴിക്കോട് നഗരമധ്യത്തിലൂടെ മൊട്ടയടിച്ച് കാതിൽ 2 കമ്പലുമിട്ട് നടക്കുമെന്ന അൻവറിന്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്ക് വഴിവെച്ചു. കാസർഗോഡ് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 3.5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. എളേരിത്തട്ട് രാംനഗർ ഉന്നതിയിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. എളേരിത്തട്ടിലെ വീട്ടുമുറ്റത്ത് വെച്ച തിങ്കളാഴ്ചയാണ് ഋതുചന്ദ്രയെ പാമ്പ് കടിച്ചത്. വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ട മരപ്പലകകൾക്കിടയിലേക്ക് കുട്ടിയുടെ കളിപ്പാട്ടം വീണു. ഇത് എടുക്കാൻ കൈയിട്ടപ്പോഴാണ് മൂർഖന്റെ കടിയേറ്റത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ലെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രവചനങ്ങളെല്ലാം തിരുത്തിക്കുറിച്ചാണ് ഇടതുപക്ഷം മുന്നേറിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2021 തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ M.M. മണി തോൽക്കുമെന്നും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങൾ LDF പരാജയപ്പെടുമെന്നുമായിരുന്നു പല പ്രവചനങ്ങളും. എന്നാൽ ഫലം വന്നപ്പോൾ ഇവയെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു. ഇത്തവണയും സമാനമായ രീതിയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എക്സിറ്റ് പോളുകളിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിൽ കേരളത്തിന് തിളക്കമാർന്ന നേട്ടം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതികളും ജനകീയ ഇടപെടലുകളും പുരസ്കാര നേട്ടത്തിന് കരുത്തേകി. ആലപ്പുഴയിലെ ചെറുതന പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ തൊടുപുഴയിൽ പോസ്റ്റർ. മുഖ്യമന്ത്രിയാകാൻ വ്യാമോഹിക്കേണ്ടെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് പോസ്റ്റർ. ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലായാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലെയുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതോടെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായി സൂചന. മെയ് മാസത്തിൽ ഇന്ധനവിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിമാന ഇന്ധനത്തിന്റെയും വാണിജ്യ സിലിണ്ടറുകളുടെയും വില നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ തിരിച്ചടി ഭയന്നാണ് പെട്രോൾ ഡീസൽ വില വർധന കേന്ദ്രം താൽക്കാലികമായി മാറ്റിവെച്ചിരുന്നത്.
ഇറാനെ കൈയയച്ച് സഹായിച്ചിട്ടും US-ഉമായുള്ള സംഘർഷം ഒഴിവാക്കാൻ മധ്യസ്ഥത വഹിച്ചിട്ടും യുദ്ധക്കെടുതിയിൽ വെട്ടിലായി പാകിസ്ഥാൻ. ഇന്ധനവില കത്തിക്കയറിയതും ഹോർമൂസ് കടന്ന ഇന്ധനം എത്തിക്കാൻ പറ്റാത്തതും മൂലം പാകിസ്ഥാൻ നട്ടം തിരിയുകയാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ സമ്മതിച്ചു. എണ്ണ ഇറക്കുമതി ചിലവ് യുദ്ധത്തിനു മുൻപ് $30 കോടി ആയിരുന്നത് ഇപ്പോൾ $80 കോടി വർദ്ധിച്ചെന്ന് ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. 166% വർധന. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.